ഹായ് മക്കളെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് നീറ്റ് പരീക്ഷ തട്ടിപ്പുമായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം NTA ഒഫീഷ്യലി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഹോപ്പാണോ ഉള്ളത്? അതായത് നീതി ലഭിക്കുമെന്നാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണോ? നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്താണ് അവസാനമായിട്ട് നമുക്ക് ഉണ്ടാവുക? ഒന്നും സംഭവിക്കാതിരിക്കലാണോ, അതോ റീവാലുവേഷൻ അല്ലെങ്കിൽ റാങ്കിങ് ആണോ ഉണ്ടാവുക, അഥവാ നീറ്റ് ഒരിക്കൽ കൂടെ നടക്കുമെന്നുള്ളതാണോ? എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീറ്റിനെ ആരാണ് ഭയപ്പെടുന്നതെന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, NTA പത്രക്കുറിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാം. അതായത് NTA ഒഫീഷ്യലി സമ്മതിച്ചിട്ടുണ്ട് 1563 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ 6 പേർക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഗ്രേസ് മാർക്ക് വഴി NTA സമ്മതിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയത്തിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, ഒരേ റോൾ നമ്പറുള്ള, ഒരേ പരീക്ഷ, അടുത്തടുത്ത റോൾ നമ്പറുള്ള ഒരേ പരീക്ഷാ സെൻറ്ററിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയത് വലിയ വിവാദമായിട്ടുണ്ടായിരിക്കും. ഈ 6 പേര് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ സെയിം ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടികളായിരിക്കും എന്നാണ്. അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ആ പരീക്ഷാ സെൻറ്ററിൽ ചില കാരണങ്ങളാൽ സമയം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവരൊക്കെ കേസിന് പോയി, അവർക്കൊക്കെ ഗ്രേസ് മാർക്ക് കൊടുത്തു. ഈ കുട്ടികൾ എന്തായിരിക്കും, ഈ കുട്ടികൾ ഓൾറെഡി അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തായിരിക്കും, അപ്പോൾ അവർക്ക് ഗ്രേസ് മാർക്ക് ഫുള്ളിലേക്ക് എത്തി. എന്ന് മാത്രമല്ല, 718ഉം 719ഉം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആ സെയിം സെൻറ്ററിൽ പരീക്ഷ എഴുതിയ ആൾക്കാരാണ്, അവർക്കും ഗ്രേസ് മാർക്ക് തന്നെയാണ് കൊടുത്തതെന്നുള്ളത് NTA വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, എത്ര ഗ്രേസ് മാർക്കാണ് ഇവർ കൊടുത്തതെന്ന് ഒന്നും പറയുന്നില്ല. അതായത് റെഡിറ്റിലും ട്വിറ്ററിലൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് 100ഉം 150ഉം മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. നീറ്റ് പോലത്തെ ഒരു പരീക്ഷയ്ക്ക് 100 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഈ 1563 ആൾക്കാർക്ക് മാത്രമാണ് സമയം നഷ്ടപ്പെട്ടത്. നിങ്ങളെ പല ഫ്രണ്ട്സിനും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ സമയം നഷ്ടപ്പെട്ടിട്ടില്ലേ ഈ ഇൻവിജിലേറ്റേഴ്സിൻ്റെ എന്താ പറയുക, ഒരു ഉത്തരവാദിത്തമില്ലായ്മ കാരണം? അപ്പം നിങ്ങൾക്കും ഗ്രേസ് മാർക്കിന് അർഹരല്ലേ നിങ്ങളും? എന്ന് മാത്രമല്ല, പ്രോസ്പെക്ടസിൽ ഒരു സ്ഥലത്തും ഗ്രേസ് മാർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. സമയം നഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കോർട്ടിൽ പോയാൽ മതി. ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കോർട്ടിൽ പോകില്ലായിരുന്നോ? അപ്പം എങ്ങനെ ഈ 1563 ആൾക്കാർക്ക് മാത്രം ഗ്രേസ് മാർക്ക് കൊടുക്കും? അതിലെന്ത് നീതിയാണുള്ളത്? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ഏറ്റവും അവസാനമായിട്ട്, ഈ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ ആധാരമായിട്ടുള്ള 2018 ഈ വിധി എന്ന് പറയുന്നത് നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, ക്ലാറ്റ്, അതായത് LLBക്കുള്ള എൻട്രൻസ് എക്സാം ആയിട്ടുള്ള, അതും ഓൺലൈൻ എക്സാമിന് ബാധകമായിട്ടുള്ള വിധിയാണിത്. ഇതെങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആയിട്ടുള്ള നീറ്റിന് ഈ വിധിക്കനുസരിച്ച് ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആൻഡ് ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യമെങ്കിലും ഇനി എന്ത് സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഞാൻ പറഞ്ഞത്, ഒന്നാമതായിട്ട് ഒന്നും സംഭവിക്കാതിരിക്കാനാണല്ലോ ചാൻസ്. പക്ഷേ ഇത് മിക്കവാറും ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇത്തവണത്തെ നീറ്റിലെ ഈ തട്ടിപ്പ് എന്താണ്, ഇന്ത്യയാകെ അറിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥി സംഘടനകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്, പത്രമാധ്യമങ്ങൾ അത് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ന്യൂസ് ചാനലുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളെ ധ്രുവ് രഥി പോലത്തെ ആൾക്കാർ ഇതിനെതിരെ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NTAക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള റീവാലുവേഷൻ അല്ലെങ്കിൽ റാങ്കിങ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഗ്രേസ് മാർക്ക് കുട്ടികളുടെ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിക്കൊണ്ട് റാങ്ക് പട്ടിക ഒന്നും കൂടെ പുനഃപ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ആൻഡ് അത് മിക്കവാറും സംഭവിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അങ്ങനെ സംഭവിച്ചാൽ എന്താണ് നിങ്ങളുടെ റാങ്കിൽ ഉണ്ടാവുക മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ 1563 ആൾക്കാർക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്. NTA പറയുന്നത് അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ നമുക്ക് അറിയില്ല, അത് റിയാലിറ്റിയാണ്. എന്ന് മാത്രമല്ല, ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടും -20 മുതൽ 720 മാർക്ക് വരെയാണ് കിട്ടിയത്. അതായത് ഈ മുഴുവൻ 1563 ആൾക്കാരും ടോപ്പ് റാങ്കിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഗ്രേസ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാലും മിക്കവാറും എന്തായിരിക്കും, നിങ്ങളുടെ റാങ്ക് ഏറ്റവും ബെസ്റ്റ് കേസിലടക്കം ഈ ഒരു 1563 കൂടുള്ളൂ. അതിൽ തന്നെ എന്താണ്, കുറേ ആൾക്കാർ നിങ്ങളെക്കാളും താഴെയുള്ള ഓൾറെഡി റാങ്കുള്ള ആൾക്കാരായിരിക്കും. ഏറ്റവും ബെസ്റ്റ് കേസിൽ തന്നെ 1563
നിങ്ങളുടെ മാർക്ക് കൂടുക. ആൻഡ് ഇത് ഉറപ്പായിട്ടും എന്താണ്, ഉറപ്പായിട്ടും കുറച്ച് ആൾക്കാരൊക്കെ ഈ കോളേജുകൾ എന്തായിരിക്കും, കോളേജുകൾ കുറച്ചും കൂടെ ബെറ്റർ കോളേജസ് കിട്ടും. അതായത് ഇത്തവണ നീറ്റേ കിട്ടില്ല, MBBS കിട്ടില്ല എന്ന് കരുതി കുറച്ച് ആൾക്കാർക്ക് MBBS മാക്സിമം എന്നാലും ഈ 1563 ഒതുങ്ങും. അതായത് കട്ട് ഓഫുകളൊക്കെ ചുരുക്കി പറഞ്ഞാൽ 2-3 മാർക്ക് താഴോട്ടാവുമെന്നതിൽ അല്ലാതെ അതിനപ്പുറം ഒന്നും പോകില്ല. ഇനി മൂന്നാമതായിട്ട് സംഭവിക്കാൻ പോകുന്നത് നീറ്റാണ്. അതായത് നീറ്റ് പരീക്ഷ ഒരിക്കൽ കൂടെ നടക്കുമോ എന്നുള്ളതാണ്. നീറ്റ് പരീക്ഷ ഒരിക്കൽ കൂടെ നടക്കുമോ? എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തത് മാത്രമാണ് പ്രശ്നമെങ്കിൽ ആ ഗ്രേസ് മാർക്ക് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് നീതി കിട്ടിക്കഴിഞ്ഞു അല്ലേ? ശരിയല്ലേ? നിങ്ങളും കൂടെ അതായത് എനിക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് നന്നായിട്ട് നീറ്റ് എഴുതാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു അവസരം കൂടെ കിട്ടി നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നീതിപൂർവമായി ചിന്തിക്കുകയാണെങ്കിൽ ഗ്രേസ് മാർക്ക് മാത്രമാണ് പ്രശ്നമെങ്കിൽ ആ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയാൽ തീരും, ഈ റീനീറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ എൻ്റെ ചോദ്യം എന്താണോ, ഈ ഗ്രേസ് മാർക്ക് പ്രശ്നം തന്നെ എന്തുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ പൊങ്ങി വരാൻ കാരണം? ഒരൊറ്റ റീസണേ ഉള്ളൂ. പതിവില്ലാത്ത ഈ ഒരിക്കലും സംഭവിക്കാത്ത 718ഉം 719 മാർക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് NTA 719 വന്നതെന്ന് ചോദിച്ചപ്പോൾ NTAക്ക് സമ്മതിക്കേണ്ടി വന്നതാണ്. നിങ്ങൾ നോക്കണം, 2018 വിധി പ്രകാരമാണ് ഗ്രേസ് മാർക്ക് കൊടുത്തു തുടങ്ങിയതെങ്കിൽ 2019-ലെയും 20-ലെയും 21-ലെയും 22-ലെയും 23 നീറ്റിൽ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല ഈ കുട്ടികളൊക്കെ കോടതി പോയതടക്കം ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. 23-ൽ 22-ൽ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഗ്രേസ് മാർക്ക് കൊടുത്തത് നമ്മൾ പൊക്കിയപ്പോഴാണ് NTA അത് സമ്മതിച്ചത്. അങ്ങനെയാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വാർത്ത കാണിച്ചു തരട്ടെ, ഞെട്ടിപ്പിക്കുന്ന കാര്യം കാണിച്ചു തരട്ടെ. അതായത് നീറ്റ് 2024 പേപ്പർ ലീക്ക് അറസ്റ്റഡ് ഇൻ പാട്ന എന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ വേണേൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കോ. ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ്, ഇത് എഡ്യൂക്കേഷൻ ടൈംസ് ആണ്, ഇത് ന്യൂസ് 18 ആണ്, ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്, ഇത് ശിക്ഷ.com ആണ്. ഇതൊന്നും എന്തല്ല മഞ്ഞപ്പത്രങ്ങളെയല്ല, ഇതൊക്കെ പ്രമുഖ പത്രങ്ങളുടെ വാർത്ത തന്നെയാണ് ഇതിൽ. ഇവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നീറ്റിൻ്റെ പേപ്പർ ലീക്ക് ചെയ്തത് കാരണം കുറച്ച് പേരെ പാട്നയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഹെഡ്ലൈന് തന്നെ നിങ്ങൾ നോക്കി, നീറ്റ് UG 2020 പേപ്പർ ലീക്ക് കേസ്, എക്കണോമിക് ഒഫൻസ് യൂണിറ്റ് ഓഫ് ബീഹാർ പോലീസ് സ്പ്രിങ്സ് ഇൻ ടു ആക്ഷൻ, ന്യൂ റിവിലേഷൻ കം ടു ഫോഴ്സ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. Police has stepped the probe into the lead, which was conducted on May 5th. According to the police, the paper leak gang allegedly took 30 to 50 lakh from many candidates and accommodated them in lodges of Patna. അതായത് പാട്നയിലെ ലോഡ്ജസിൽ എന്ത് ചെയ്തു, താമസിപ്പിച്ചിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. എന്തിന്? അതിൻ്റെ ആൻസർ കീ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. എപ്പോഴാണ്? May 5-ന് പകരം മുന്നേ May 4-നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 4-5 ആൾക്കാർ മാത്രമായിരിക്കും അതിൽ ഉത്തരവാദികൾ ഉണ്ടാവുക. അതായത് ഈ കള്ളം എന്താ, സത്യസന്ധനായ കള്ളനൊക്കെ നമ്മൾ പറയൂലേ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തിട്ട് അവരെന്താണ് നിമിഷങ്ങൾക്കുള്ളിൽ ഒരുപാട് ഇന്ത്യ അങ്ങോളം ഇങ്ങോളം എന്തായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ സ്പ്രെഡ് ചെയ്യൂലേ. ഇത് നടന്ന കാര്യമാണ്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ പ്രശ്നം. അതായത് ഇത് നടന്നിട്ടില്ല, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നെല്ലാവരും കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല വലിയ കോച്ചിങ് സെൻ്റർ ഒന്നും ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇപ്പോഴും ടെലിഗ്രാമിൽ ലൈവായിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ് കേട്ടോ. ഈ ചാനലിൽ May 4 ഇയാൾ പറയുന്നുണ്ട് എന്ത്, ടോപ്പ് 100, അതായത് 1 മുതൽ 50 കുട്ടികൾ എന്തുണ്ടാവും, 1 മുതൽ 50 കുട്ടികൾക്ക് 720-ൽ 720 മാർക്ക് കിട്ടും. ഇതിന് മുന്നേ പേപ്പറിന് പൈസയൊക്കെ അവർ പറയുന്നത്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. May 3 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, May 5 പരീക്ഷ കഴിയുന്നത് വരെ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നോ 67 കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത്? ആരും കണ്ടിട്ടില്ലല്ലേ? അപ്പം ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി May 3-നാണ്? അതിനുശേഷം എന്താ, താഴെയുള്ള ചാറ്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെലിഗ്രാം ചാനൽ ഒന്നും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓർ ആർക്കെങ്കിലും ആ ലിങ്ക് ഇതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നീറ്റ് പേപ്പർ ലീക്ക്ഡ് മുഴുവൻ തെളിവുകൾ 5-ാം റിസൾട്ടിന് മുമ്പും അയാൾ പറയുന്നുണ്ട് 50ഓളം കുട്ടികൾക്ക് ഫുൾ മാർക്ക് ഉണ്ട്. അതെൻ്റെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതെന്താ സംഭവിക്കുക? അതായത് വളരെ സിമ്പിളാണ്.
എൻ്റെ ആർഗ്യുമെൻ്റ് ഇത്രയേ ഉള്ളൂ. നീറ്റ് പേപ്പർ അഥവാ ലീക്കായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താ ഒരുപാട് കുട്ടികൾക്ക് അത് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ പരീക്ഷ സുഖമായി, റിസൾട്ട് ഓൾറെഡി വന്നു, ഇനി എന്ത് ചെയ്യണ്ട, വെറുതെ ലേറ്റ് ആക്കണ്ട എന്നൊക്കെ കരുതിയിട്ട് ഇത് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത വർഷം പേപ്പർ ലീക്കാവൂലേ? ലീക്ക്, അതായത് ഈ നീറ്റിൻ്റെ സ്കാമുകൾ കുറേ കാലമായിട്ട് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സ്കാം ഈ പേപ്പർ ലീക്കൊന്നുമല്ല. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ടോപ്പ് മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടും, ഓൾറെഡി നീറ്റ് എഴുതി പാസ്സായ കുട്ടികൾ എന്ത് ചെയ്യും, ആൾമാറാട്ടം നടക്കും. അവർക്ക് കുറച്ച് പൈസ കൊടുക്കും, എൻ്റെ പേരിൽ എന്തെങ്കിലും ചിലപ്പോൾ അവർ വന്ന് പരീക്ഷ ചെയ്ത് ഉറപ്പായിട്ട് അവർക്ക് നല്ല സ്കോർ കിട്ടും. പക്ഷേ അത് ഒരു പരിധിവരെ തടയാനും പറ്റില്ല, എല്ലാ വർഷവും അറസ്റ്റ് നടക്കും. പക്ഷേ അതിനൊരു സ്കെയിലബിലിറ്റി പ്രശ്നമുണ്ട്. മാക്സിമം ഇന്ത്യ ഒട്ടുക്കും 100-150 ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എല്ലാ മെഡിക്കൽ കോളേജ് കുട്ടികളൊന്നും അത് സമ്മതിക്കില്ലല്ലോ, അല്ലേ? ശരിയല്ലേ? അപ്പം പക്ഷേ ഈ പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം നീറ്റ് എന്ന് പറയുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. ആൻഡ് പണമുള്ള ആൾക്കാർ കോടികൾ ചിലവഴിച്ച് ഡോക്ടർമാരാക്കാൻ വേണ്ടി മക്കൾക്ക് പൈസ കൊടുക്കുന്ന സ്ഥലമാണിത്. അവിടെ 1, 2, 10, 15 ലക്ഷം കൊടുത്തിട്ട് പേപ്പർ വാങ്ങാൻ ആൾക്കാരുണ്ടാവും. ആൻഡ് അവസാനം എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ PSCക്കൊക്കെ ഇങ്ങനെ ഒരു കഥ പറയുന്നേക്കാം. അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു PSC കോച്ചിങ് ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പ് അവർ കേരളത്തിൽ നല്ല സെറ്റായതിനു ശേഷം ബാക്കി സംസ്ഥാനങ്ങൾ പോയപ്പം ഒരു സംസ്ഥാനത്ത് അവരിങ്ങനെ ആഡൊക്കെ കൊടുത്ത് ഒരാൾ ഇൻസ്റ്റാൾ ചെയ്ത് അയാളിങ്ങനെ വിളിച്ചു, ചേട്ടാ ഇംഗ്ലീഷ് ഭാഷയല്ല കേട്ടോ പറയുന്നത്, പിന്നെ ഈ ആപ്പ് നോക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സംസ്ഥാനത്ത് PSC എക്സാമിന് നന്നാ മാർക്ക് കിട്ടും, നല്ല ജോലി കിട്ടും. അയാൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് അത്രേ. എടാ ഇവിടെ ഇങ്ങനെ പഠിച്ചിട്ടൊന്നുമല്ല PSC കിട്ടാറുള്ളത്, പൈസ ഉണ്ടെങ്കിൽ PSC കിട്ടുന്നു. അതേ അവസ്ഥയാവില്ലേ നീറ്റ്? അതേ അവസ്ഥയാവില്ല. അതായത് നമ്മളെന്താണ് കിടപ്പാടം പോലും പണയം വെച്ചിട്ട് അല്ലെ കടം വാങ്ങിയിട്ടൊക്കെ മക്കളെ 1-2 ലക്ഷം കൊടുത്ത് കോച്ചിങ്ങിന് പറഞ്ഞേക്കുന്നു. വേറെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, പരീക്ഷ പേപ്പർ തലേന്ന് വാങ്ങിയിട്ട് നല്ല റാങ്ക് വന്നു. ഈ അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. കാരണം 23 ലക്ഷം കുട്ടികളുടെ പ്രതീക്ഷ ഇത്തവണ NTA തകർത്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ കാര്യത്തിലൊരു തീരുമാനം പറ്റുകയാണെന്ന് വെച്ചാൽ CBI തന്നെ അന്വേഷിക്കട്ടെ. ഇത് അതിന് മാത്രം സമയമെടുക്കുന്ന കേസൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. 2 എണ്ണം പൊട്ടിച്ചാൽ മനസ്സിലാകുന്ന കേസേ ഉള്ളൂ. CBI തന്നെ അന്വേഷിച്ചിട്ട് നീറ്റ് പേപ്പർ ലീക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഏറ്റവും ആദ്യം തീരുമാനിക്കട്ടെ. അതിന് ശേഷം മതി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള പിന്നെ പ്രോസസ്സുകളൊക്കെ നിർത്താം. അതുവരെ എന്ത് ചെയ്യട്ടെ, ഒരു മാസം കഴിഞ്ഞ് ഒന്ന് ലേറ്റ് ആയിക്കോട്ടെ. എനിക്കറിയാം അത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത്. പക്ഷേ അഡ്മിഷൻ പ്രോസസ്സൊക്കെ എന്തുണ്ട്, ഈ കാര്യത്തിലൊരു തീരുമാനമെടുത്തിട്ട് മാത്രമേ നടത്താവുള്ളൂ. ആൻഡ് പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീറ്റ് നടത്തണം. അപ്പം നമുക്കറിയാം എത്ര കുട്ടികൾക്ക് അപ്പം മാത്രമേ അർഹരായ കുട്ടികൾക്ക് എന്ത് ചെയ്യുള്ളൂ, നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഇൻ കൺക്ലൂഷൻ ഇതാണ്, ഗ്രേസ് മാർക്ക് ഉറപ്പായിട്ട് ഒഴിവാക്കണം. ഇനി പേപ്പർ ലീക്കിൻ്റെ കാര്യം കണ്ണടച്ചിരുട്ടാക്കാൻ പാടില്ല. നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കണം. CBI അന്വേഷിക്കണം. നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീറ്റ് നടത്തണം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം.